ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണുവാണ്. അങ്ങനെ നമ്മുടെ ടൈമായി. അധികം ഡിലേ കാര്യങ്ങളൊന്നും വന്നില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ മിച്ചം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുവാണ്. എമിറേറ്റ്സിൻ്റെ ഒരു അടിപൊളി ഫ്ലൈറ്റ് തന്നെയാണ്. എനിക്ക് അവിടുന്ന് എല്ലായിടത്തുനിന്നും കയറിയപ്പോഴേ ഞാൻ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് വിൻഡോ സീറ്റ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇത്തവണ അതുകൊണ്ട് തന്നെ കിട്ടിയത് ഒരു റോ ഫുള്ളായിട്ടാണ്. എൻ്റെ അപ്പുറം 2 സീറ്റും കാലിയാണ്, വേറെ ആരുമില്ല. കുറച്ച് നേരം പുറത്തോട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഡിസ്പ്ലേയിലുള്ള ഒരു മൂവിയൊക്കെ പ്ലേ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലൈറ്റിലൊക്കെ ആകുമ്പോഴും, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന സിറ്റുവേഷൻ കൂടെ ആകുമ്പോഴത്തേക്കും. അങ്ങനെ ഫ്ലൈറ്റ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആശാൻ റിവേഴ്സ് എടുക്കുവാണ് വണ്ടി ഇപ്പം. അങ്ങനെ പയ്യെ പൊങ്ങി തുടങ്ങി. അങ്ങനെ ദുബായ് നഗരത്തോടും ടാറ്റ കൊടുത്ത് നേരെ മിലാനിലോട്ടാണ്. ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് മെനു കാർഡ് വന്നു. നമ്മൾ ഓൾറെഡി ലഞ്ച് കഴിച്ചായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറാണ് വരുന്നത്. ലഞ്ചും ഡിന്നറും നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം പാസ്തയാണ് നമുക്ക് ഡിന്നറിനായിട്ട് വന്നിട്ടുള്ളത്. കൂട്ടത്തിലൊരു റെഡ് വൈനും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒരു മലയാള സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇവിടുന്ന് ഏകദേശം നമുക്ക് 5.5-6 മണിക്കൂർ മിച്ചമുണ്ട് മിലാനിലോട്ട്. മിലാനിൽ വൈകുന്നേരം, അതായത് മിലാനിലെ ടൈം ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ റീച്ച് ആവും. 9 അല്ല, ഒരു 7:30 ഒക്കെ ആകുമ്പോൾ റീച്ച് ആവും. അത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കട്ട പോസ്റ്റാണ്. നാളെയാണ് നമുക്ക് അവിടെ നിന്ന് തിരിച്ച് ഫ്ലൈറ്റ് നമ്മുടെ റിഗയിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മിലാനിൽ വന്നു, എയർപോർട്ടിലോട്ട് കയറുവാണ്. അപ്പോൾ ഇനി ഇവിടെ കട്ട പോസ്റ്റാണ്. ഇവിടെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഫ്ലൈറ്റിൽ നിന്ന് ഡിന്നർ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിശപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴാണ് വീട്ടിലോട്ടൊന്നും വിളിക്കാനും പറ്റത്തില്ല. കാരണം എല്ലാവരും നല്ല ഉറക്കമായി കാണും. കാരണം ഏകദേശം ഒരു 5 മണിക്കൂർ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ ടൈമുമായിട്ട്. ഏതായാലും നമുക്ക് ചോദിച്ചങ്ങ് പോകാം. കാരണം കൂടെ ഒറ്റ മലയാളികൾ പോലുമില്ല ഒരു കാര്യം ചോദിക്കാനായിട്ട്. പക്ഷേ എന്താണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് നമ്മുടെ ഗേറ്റിൽ എത്തിയേ പറ്റൂ. ഏതായാലും മോർണിംഗിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എക്സിറ്റ് അടിച്ചിട്ട് നാളെ പിന്നെയും ചെക്ക് ഇൻ ചെയ്യേണ്ട ഇത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലഗേജിൻ്റെ കാര്യം ഒന്ന് ചോദിക്കണം. എങ്ങനെയാണ് റിഗേന്നാണ് പിക്ക് ചെയ്യേണ്ടത് എന്നാലും ഒന്ന് ചോദിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പോയി വെയിറ്റ് ചെയ്യാം. വെയിറ്റിംഗ് ഏരിയ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താണെങ്കിലും അടുത്ത വീഡിയോസിൽ കാര്യങ്ങൾ ബാക്കി പറയാം. അപ്പോൾ ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം.